സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ വർധനവ്. ജെറുസലേം. ഇസ്രായേലിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ വർധനവെന്ന് ജെറുസലേം ആസ്ഥാനമായ സംഘടനയുടെ റിപ്പോർട്ട്. രാജ്യത്തെ ക്രൈസ്തവ സാന്നിധ്യത്തോടുള്ള ശത്രുത ചില പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഭവമാണെങ്കിലും അത് ഇപ്പോൾ കൂടുതൽ കഠിനമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് റോസിംഗ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഡയലോഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണങ്ങൾ രാജ്യത്തെ ക്രൈസ്തവർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അരക്ഷിതാബോധം ഉളവാക്കുന്നുണ്ട്. 2023 ക്രൈസ്തവ ദേവാലയ വക സ്വത്തുക്കൾക്ക് നേരെ 32 ആക്രമണങ്ങളും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ 7 അക്രമാസക്തമായ ആക്രമണങ്ങളും 11 വാക്കാലുള്ള ഉപദ്രവവും സെമിത്തേരി അവഹേളിച്ചതും വൈദികർക്കും തീർത്ഥാടകർക്കും നേരെ യഹൂദർ തുപ്പിയ 30ഓളം ആക്രമണങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മിഷണറി പ്രവർത്തനം ഇസ്രായേലിൽ നിയമവിരുദ്ധമല്ല എങ്കിലും ആക്രമണങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ രാഷ്ട്രീയ നേതൃത്വമോ ഇസ്രായേലി അധികാരികളോ വ്യക്തമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും തീവ്ര വലതുപക്ഷത്തേക്ക് വളർന്നു വരുന്ന ദേശീയതയിലേക്കുള്ള മാറ്റം യഹൂദ ജനതയ്ക്കുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിന് ഊന്നൽ നൽകുന്നതുമായ സാഹചര്യങ്ങളിലാണ് ക്രൈസ്തവർക്ക് വെല്ലുവിളിയായി മാറുന്നത്. ഇസ്രായേലിലെ 9.8 ദശലക്ഷം ജനങ്ങളിൽ 73% യഹൂദരാണ്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 1.9% മാത്രമാണ് ക്രൈസ്തവർ. അതിൽ 75.3% അറബ് ക്രൈസ്തവരാണ്. നിലവിൽ ഏതാണ്ട് 1,87,900 ക്രൈസ്തവർ ഉണ്ടെന്നാണ് കണക്കുകളിൽ പറയുന്നത്. അതേസമയം മധ്യപൂർവേഷ്യയിൽ സമീപ വർഷങ്ങളിൽ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വളർച്ച രേഖപ്പെടുത്തിയ ഏക രാഷ്ട്രം ഇസ്രായേൽ മാത്രമാണെന്ന് ഇസ്രായേലിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.